SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുകയാണ്. SSLCക്ക് 2964 കേന്ദ്രങ്ങളിലായിട്ട് 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. അതുമാത്രമല്ല പ്ലസ് ടുവിനാകട്ടെ 4,44,693 വിദ്യാർത്ഥികളും ഇന്ന് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുകയാണ്. എന്തായാലും SSLC പരീക്ഷയും രാവിലെയും ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേകാം. പേടിയൊന്നും കൂടാതെ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് തന്നെ പറയാം. എന്തായാലും SSLC പരീക്ഷ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഹയർ സെക്കൻഡറിക്ക് ഏകദേശം ഒരു 28,587 വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. എന്തായാലും ഈ സംസ്ഥാനത്താകമാനം ഉജ്ജ്വലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ ഒരു പരീക്ഷയെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ എല്ലാ കുട്ടികൾക്കും മികച്ച രീതിയിൽ തന്നെ പരീക്ഷ യാതൊരുവിധ പേടിയോടും കൂടാതെ എഴുതാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ അമൽ ചേരുകയാണ്. അമൽ, എന്തായാലും ഒരു പരീക്ഷാകാലം കൂടി എത്തുകയാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ യാതൊരു പേടിയും കൂടാതെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമൽ, കുട്ടികളൊക്കെ അവസാനഘട്ട ഒരുക്കത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ എറണാകുളം വെണ്ണല ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹാളാണ്. ഇവിടെയാണ് കുട്ടികൾ ഈ അവസാനഘട്ട ഒരുക്കത്തിൽ ഇവർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു കമ്പൈൻ സ്റ്റഡി എന്ന രീതിയിലാണ് ഇവിടെ പഠനം ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 9:15 കുട്ടികളെ ക്ലാസ്സിനകത്തേക്ക് അവരുടെ പരീക്ഷാ ഹാളിനകത്തേക്ക് കയറ്റിയിരുത്തും. ശേഷം 9:30 പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കുക. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതിനുശേഷം 9:45 മുതൽ 11:15 വരെയുള്ള 1.5 മണിക്കൂർ സമയമാണ് ഇന്ന് എക്സാം ഉള്ളത്. ആദ്യ വിഷയം മലയാളമാണ്. ഒരുപക്ഷെ കുട്ടികൾക്ക് എളുപ്പമുള്ള ഒരു വിഷയമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ കുട്ടികളിലേക്ക് തന്നെ പോവാം. എങ്ങനെയാണ് പരീക്ഷാ ഒരുക്കങ്ങളൊക്കെ? മലയാളമല്ലേ? അറബി പഠിച്ചു കഴിഞ്ഞോ? പഠിച്ച്. എങ്ങനെ പൊതുവെ മലയാളം എളുപ്പമുള്ള സബ്ജക്റ്റ് ആണോ? അത് എന്താണ് മനസ്സിലായില്ല. എളുപ്പമുള്ള സബ്ജക്റ്റ് ആണോ? പാടാണ്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പാടാം. അല്ല മലയാളമാണ്. ഞാൻ വേറെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. കുട്ടികളൊക്കെ വലിയ കോൺഫിഡൻസിൽ തന്നെയാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ആദ്യത്തെ എക്സാമാണ് SSLC. പക്ഷേ അതിൻ്റെ ഒരു ഭയമല്ല, പക്ഷേ അത് മറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതായത് ചിരിച്ചുകൊണ്ടാണ് നമ്മളോടൊക്കെ പ്രതികരിക്കുന്നത്. അതായത് ആദ്യത്തെ എക്സാം ഏത് തരത്തിലായിരിക്കും എന്നൊരു ആകാംക്ഷ ഇവിടെ ഭാഗത്തു നിന്നുണ്ട്. ഒരു കോൺഫിഡൻസ് കൂടിയുണ്ട്. അതായത് നമ്മളൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ SSLC എക്സാം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഭയത്തോടെയൊക്കെ ആയിരുന്നു കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലല്ല. അതായത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ടീച്ചർമാരുടെയും ഒപ്പം തന്നെ പാരൻസിൻ്റെയും ഒക്കെ ഒരു അവരുടെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് അവരാണ് ഇത്തരത്തിൽ ഈ ഒരു കൊല്ലം കുട്ടികളെ ഈ ഒരു എക്സാമിന് വേണ്ടി ഇത്തരത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന സ്കൂളുകളൊക്കെ തന്നെയും ഈവനിങ് ക്ലാസ്സുകൾ ഒപ്പം തന്നെ നൈറ്റ് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് എല്ലാ വിധത്തിലും കുട്ടികളെ എക്സാം എഴുതാൻ വേണ്ടി ഈ ഒരു പബ്ലിക് എക്സാമിന് മുന്നേ തന്നെ മോഡൽ എക്സാം അത്തരത്തിൽ വിവിധ എക്സാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് പരീക്ഷയോടുള്ള ഭയം ഇല്ലാതാക്കിക്കൊണ്ട് അത്തരത്തിൽ അവരെ പരീക്ഷയ്ക്ക് ഒരുക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു കഴിഞ്ഞ 2-3 മാസമായി നമുക്ക് സ്കൂളുകളിൽ നിന്നൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പരീക്ഷയെ ഒരു ഭയത്തോടെയല്ല മറിച്ചൊരു ആകാംക്ഷയോടെയാണ് കുട്ടികളൊക്കെ തന്നെ കാണുന്നത്. നമുക്ക് ഈ കുട്ടികളിലേക്കും കൂടി പോവാം. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പഠിച്ചു കഴിഞ്ഞു. മലയാളം പൊതുവെ എങ്ങനെയാ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണോ? ഈ പരീക്ഷയുടെ അടക്ക് കൃത്യമായ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഒന്നരാടോ ഓരോ ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ മാത്സിൻ്റെ ഒക്കെ സമയത്ത് ഒരു 6 ദിവസത്തെ ഗ്യാപ്പൊക്കെ കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ് പഠിക്കാൻ കൂടുതൽ എളുപ്പമാണോ? കുഴപ്പമില്ല, പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുന്നത് കൂടുതൽ സൗകര്യം ഉണ്ടാവും പഠിക്കാൻ? അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കുട്ടികൾ പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ടൈം ടേബിൾ നോക്കുമ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാൻ കൃത്യമായ ഇടവേളകൾ ഓരോ സബ്ജക്റ്റിനിടയിലുമുണ്ട്. അത് കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ കൂടുതൽ സമയം നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അധ്യാപകർ കൂടിയുണ്ട്. നമുക്ക് അധ്യാപകരിലേക്കും കൂടി പോകാം. സർ, പരീക്ഷ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ? കുട്ടികളൊക്കെ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്? കുഴപ്പമില്ല, കുട്ടികൾക്ക് മോഡൽ എക്സാമിന് കുഴപ്പമില്ലാതെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. ഇപ്പോൾ ഞാനും PTA ഭാരവാഹിയാണ്. ടീച്ചർമാർ ഇന്ന് ക്ലാസ് എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് കൊടുക്കുകയാണ്. അവരെല്ലാം നല്ല വിശ്വാസത്തിലും ഇന്ന് മലയാളമാണ് ഫസ്റ്റ് പേപ്പറാണ്. അവർക്ക് പഠിക്കാനുള്ള ഇപ്പം സമയമുണ്ട്. മനസ്സിലായില്ലേ? ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുഴപ്പമില്ല. എല്ലാ
ഇവിടുത്തെ ടീച്ചർമാരെല്ലാം വേറെ സ്കൂളുകളാണ്. അപ്പം PTA ഭാഗത്തുനിന്ന് നമ്മളെല്ലാ സപ്പോർട്ടും നമ്മളെ വെണ്ണല സ്കൂളിന് ഉണ്ടാവും. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. കുട്ടികളെല്ലാം ഇനിയിപ്പം ഹാൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ ഹാളിലോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു വർഷത്തെ ഒരു എഫേർട്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ ഒരുക്കിയത്? അതായത് നൈറ്റ് ക്ലാസ്, ഒപ്പം ഈവനിങ് ക്ലാസ്, അങ്ങനെ എക്സ്ട്രാ ക്ലാസ്, അതായത് നമ്മൾ ഓരോ ടെസ്റ്റ് ഓരോ എക്സാം കഴിഞ്ഞ മാർക്ക് ഏതിലാണ് കുറവ് അതനുസരിച്ചുള്ള കുട്ടികൾക്കുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ വൈകുന്നേരം നൈറ്റ് ക്ലാസ്സുകൾ വെക്കാറുണ്ട്. പിന്നെ സാറ്റർഡേ കൂടുതൽ ക്ലാസ്സുകൾ ഈ വർഷം ഈ വെണ്ണല സ്കൂളിന് വേണ്ടി ചെയ്തായിരുന്നു. സാറ്റർഡേ ക്ലാസ്സുകൾ സർക്കാരിൻ്റെ അവധിക്ക് പുറമേ അല്ലാതെ തന്നെ നമ്മൾ സാറ്റർഡേ ക്ലാസ് കൂടുതലും കുട്ടികൾക്ക് കൂടെ പ്രിഫറൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞ പ്രാവശ്യം 100% വിജയമായിരുന്നു. ഇപ്രാവശ്യം അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുട്ടികളെല്ലാവരും. ടീച്ചർമാരുടെ ടീച്ചേഴ്സിലേക്കും കൂടി നമുക്ക് പോവാം. ടീച്ചർ, കുട്ടികളെല്ലാം ഹാപ്പിയാണ്. കുട്ടികൾ നന്നായിട്ട് തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനി അവർ അവരുടേതായ പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. ഒരു തിരക്ക്. ടീച്ചർമാരൊക്കെ ഇതിൻ്റെ ഒരു തിരക്കിലാണ്. അതായത് കുട്ടികൾക്ക് ഹോൾ ടിക്കറ്റ് നൽകുന്ന ആ ഒരു തിരക്കിലാണ്. ഇപ്പോൾ സമയം ഇനി ഒരു 10 മിനിറ്റ് ഇല്ല, ഒരു 5 മിനിറ്റും കൂടിയേ കുട്ടികൾ ഈ പരീക്ഷാ ഹാളിലേക്ക് കടക്കുവാനുള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ട ഒരുക്കങ്ങളിലേക്ക് കുട്ടികൾക്ക് ഹോൾ ടിക്കറ്റ് നൽകുന്നു. അതിൻ്റെ ഒരു തിരക്കിലാണ് ടീച്ചർമാരൊക്കെ ഉള്ളത്. ഇനി ചെറിയ സമയം മാത്രമേ ഉള്ളൂ. 9:30 കൂടി തന്നെ പരീക്ഷ ആരംഭിക്കും. അതായത് ആദ്യം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതിനുശേഷം 9:45 കൂടി കുട്ടികൾക്ക് പരീക്ഷ എഴുതുവാനുള്ള സമയമാണ്. 1.5 മണിക്കൂറാണ് ഇന്നത്തെ ഈ ഒരു എക്സാം ഉള്ളത്. അത്തരത്തിൽ ഒരുക്കങ്ങളൊക്കെയും അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കുട്ടികളൊക്കെ വലിയ കോൺഫിഡൻസിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു എക്സാമിനെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അമലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ് ഇനിയിപ്പോൾ